വെൽക്കം ടു CSEB ആസ്പിറൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ PYQ സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. 2024-25 സീരീസിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 560 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിക്കും കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഏത് ക്വസ്റ്റ്യനാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ ആ ടോപ്പിക്കും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ആ ഭാഗമൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത്, പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നന്നായി പഠിക്കുക, പഠിച്ച കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. വെറുതെ അറ്റൻഡ് ചെയ്താൽ പോരാ, കറക്റ്റായിട്ടുള്ള ശരിയുത്തരത്തോടു കൂടി മാർക്ക് വീഴണം അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് നോക്കിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 561 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദർ ആർ ഡാഷ് പാർട്ടീസ് ഓഫ് എ ചെക്കാണ്. ചെക്കിൽ എത്ര പാർട്ടികളുണ്ടെന്നാണ്. അപ്പോൾ ഓരോ നമ്മുടെ ചെക്കാണെങ്കിലും പ്രോമിസറി നോട്ടാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ചെക്കിൽ എത്ര ആൾക്കാരാണുള്ളത്, എത്ര പാർട്ടികളാണ് ചെക്കിലുള്ളത്? ചെക്കിൽ 3 പാർട്ടീസാണുള്ളത്. ഓക്കെ, ചെക്കിന് എത്ര പാർട്ടികളാണുള്ളത്? 3 പാർട്ടീസാണുള്ളത്. അപ്പോൾ നമുക്കറിയാം ചെക്ക് എഴുതുന്ന ഒരാൾ, അതാണ് ഡ്രോയർ എന്ന് പറയുന്നത്. ഡ്രോയർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കാണോ കൊടുക്കുന്നത്, ചെക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കുമല്ലേ, അപ്പോൾ അയാളാണ് ഡ്രോയി. ഇനി ആരാണോ അത് ബാങ്കിൽ പോയിട്ട് ഹൂം പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, അപ്പോൾ ആ പേഴ്സണെ നമ്മൾ പേയി എന്നാണ് പറയുക. ചിലപ്പോൾ ഈ ഡ്രോയി ഈ ചെക്ക് വാങ്ങിയിട്ട് പേയിക്ക് കൊടുത്തിട്ടുണ്ടാവും. പേയി ആവും ആ പേയ്മെൻറ്റ് ബാങ്കിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 പാർട്ടീസാണ് ചെക്കിലുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വെൻ എ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഫോർ ആൻ എക്സിസ്റ്റിംഗ് ഡെറ്റ്, ഒരു നിലനിൽക്കുന്ന കടം, എക്സിസ്റ്റിംഗ് ഡെറ്റിന് വേണ്ടിയിട്ടാണ് ഗ്യാരണ്ടി നൽകുന്നതെങ്കിൽ അതിന് ഏത് ടൈപ്പ് ഗ്യാരണ്ടി എന്നാണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: റെട്രോസ്പെക്റ്റീവ്, പ്രോസ്പെക്റ്റീവ്, സ്പെസിഫിക്, കണ്ടിന്യൂയിങ്. അപ്പോൾ ഈ 4 എന്താണ് നമുക്ക് നോക്കിയിട്ട് പോകാം, എന്നാലല്ലേ നമുക്ക് വ്യക്തമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡെറ്റിലുള്ളതാണെങ്കിലാണ് അതിനെ പറയുന്ന പേരാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക, റെട്രോസ്പെക്റ്റീവ്. അതായത് എ ഗ്യാരണ്ടി ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ എ പ്രീ എക്സിസ്റ്റിംഗ് ഡെറ്റ് ഒബ്ലിഗേഷൻ. ഓക്കെ, ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ആഫ്റ്റർ ദ ഡെറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. അതായത് കടം അല്ലെങ്കിൽ ഡെറ്റ് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതിന് ശേഷമാണ് ഈ ഒരു ഗ്യാരണ്ടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഗ്യാരണ്ടി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കടം അവിടെ ഓൾറെഡി ഉണ്ടായി നിൽക്കുകയാണ്, അതിന് ശേഷം വരുന്ന ഒരു ഗ്യാരണ്ടിയാണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോസ്പെക്റ്റീവ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയർ ഫ്യൂച്ചറിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടോ, ഇപ്പോൾ ഗ്യാരണ്ടി നിന്നിട്ട് ആൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇല്ല. പക്ഷേ ആ ഗ്യാരണ്ടി ദാറ്റ് ഈസ് ഗിവൺ ഫോർ എ ഡെറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ, വരും ഭാവിയിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ആ രീതിക്കുള്ളതാണ് പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു സിംഗിൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഡെറ്റ് ഒരു ട്രാൻസാക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഗ്യാരണ്ടീസാണ് സ്പെസിഫിക് ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞാൽ. ഇത് ഷുവർട്ടീസ് ലയബിലിറ്റി എൻസ് വൺസ് ദാറ്റ് സ്പെസിഫിക് ഡെറ്റ് ഈസ് പെയ്ഡ്. എപ്പോഴാണോ ഈ ഡെറ്റ് കൊടുത്തു തീർക്കുന്നത് അപ്പോഴാണ് ലയബിലിറ്റി എൻഡ് ചെയ്യുള്ളൂ കേട്ടോ. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഗ്യാരണ്ടേഴ്സ് ലയബിലിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ട്രാൻസാക്ഷൻസ് ഒക്യൂർ ചെയ്യുമ്പോഴും അത് വന്നതിന് ശേഷം, അതായത് വന്നതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 4 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. റെട്രോസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഗ്യാരണ്ടി ദാറ്റ് ഈസ് പ്രൊവൈഡഡ്, അതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റെട്രോസ്പെക്റ്റീവ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഗ്യാരണ്ടി ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ഡെറ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷന് വേണ്ടിയിട്ടാണ്. ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ആഫ്റ്റർ ഡെറ്റ് ഹാസ് ബീൻ ഓൾറെഡി ഇൻകേർഡ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമാണ് ഈ ഗ്യാരണ്ടി ഗിവൺ ചെയ്യുന്നത്. ഓക്കെ, പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിൽ നിന്ന് തന്നെയുണ്ട്, ഒബ്ലിഗേഷൻ ദാറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, സ്പെസിഫിക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സിംഗിൾ സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ സ്പെസിഫിക് ഡെറ്റ് കൊടുത്ത് ഒഴിവാക്കുമ്പോൾ തന്നെ എന്താണ്, ഈ ഷുവർട്ടിയുടെ ലയബിലിറ്റി എൻഡ് ചെയ്യാണ്, അവിടെ തീരുകയാണ്. എന്നാൽ കണ്ടിന്യൂ ഗ്യാരണ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൺടിൽ ഏതുവരെ, ഇറ്റ് ഈസ് റിവോക്കഡ് വരെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വെൻ എ ബാങ്ക് ആക്സെപ്റ്റ്സ്
വാല്യുബിൾ ആർട്ടിക്കിൾസ് ബാങ്ക് ആക്സെപ്റ്റ് ചെയ്യുകയാണ് വാല്യുബിൾ ആർട്ടിക്കിൾസ് ലൈക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സ് സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി കൊടുക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ റിലേഷൻഷിപ്പാണ്. ബാങ്കർ ആരായിരിക്കും എന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ബാങ്കർ ആരാണ്? ബെയിലിയാണ് കേട്ടോ. ബെയിലർ റിലേഷൻഷിപ്പാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇതില്ലാത്ത ചോദ്യങ്ങളുണ്ടാവും, ചോദ്യ പേപ്പർ കാണാറില്ല, മിക്കവാറും ചോദിക്കാറുണ്ട്. അപ്പോൾ വെൻ എ ബാങ്കർ ആക്സെപ്റ്റ് വാല്യുബിൾ ആർട്ടിക്കിൾസ് ലൈക്ക് ഗോൾഡ് ഓർണമെൻറ്റ്സും ഒക്കെ സേഫ് കസ്റ്റഡിക്ക് തരികയാണ്. അപ്പോൾ ബാങ്കർ ആരായിരിക്കും? ബാങ്കർ ബെയിലി ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ റിലേഷൻഷിപ്പാണ് ബെയിലർ റിലേഷൻഷിപ്പ്. ഇവിടുത്തെ റിലേഷൻഷിപ്പാണ് ബെയിലർ. അപ്പോൾ ഏത് സിറ്റുവേഷൻ അതിനേത് റിലേഷൻഷിപ്പ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാറിപ്പോവാതെ എഴുതാൻ പറ്റും. ഒരു ബാങ്ക് വാല്യുബിൾസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഗോൾഡ് ആയാലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും. അപ്പോൾ ബാങ്കർ ആരാണ്? ബാങ്കർ ബെയിലി ആവുകയും ബെയിലിയാണ് ആവുക കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള സെക്ഷൻ പറയുന്നുണ്ട്. സെക്ഷൻ 148 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ സെക്ഷൻ 148. അത് വർഷം പഠിക്കണം, 1872 ആണ്. ആ സമയത്താണ് ഈ ബെയിൽമെൻറ്റ്, ബെയിലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങൾ വരുന്നത് കേട്ടോ. അതായത് ബെയിലർ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 148 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ബെയിൽമെൻറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ സം പേഴ്സൺ. അപ്പോൾ ഒരു കോൺട്രാക്റ്റുമ്പിലാണ് ഇത് കൊടുക്കുന്നത് അല്ലേ. വെൻ ദ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹി റിട്ടേൺ ആൻഡ് അതർവൈസ് ഡിസ്പോസ് ചെയ്യും അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഡെലിവറിങ് ദം. തിരിച്ചു കൊടുക്കണം. അതാണ് സേഫ് കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറിങ് ദ ഗുഡ്സ് ഈസ് കാൾഡ് ബെയിലർ ആൻഡ് ദ പേഴ്സൺ ആരാണോ ഇതിനു വേണ്ടി അത് ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്നത് അതാണ് ബെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ബെയിലർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 148 ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ അടുത്തത് എ ചെക്ക് വിച്ച് ബിയേഴ്സ് എ ഡേറ്റ് സബ്സീക്വൻ്റ് തുടർന്ന് വരുന്ന ഒരു ഡേറ്റാണ് എന്ത് ചെക്ക് ബെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തുടർന്ന് വരുന്ന സബ്സീക്വൻ്റ് ഡേറ്റാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അപ്പോൾ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഈസ് വൺ വേർ ദ ഡേറ്റ് റിട്ടേൺ ഓൺ ദ ചെക്ക് ഇൻ ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും. മീനിങ് ദ ബാങ്ക് വിൽ ഓൺലി പ്രോസസ് ദ പേയ്മെൻറ്റ്. ആ ഫ്യൂച്ചർ ഡേറ്റിലാണ് പേയ്മെൻറ്റ് ഒരിക്കലും ബാങ്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുള്ളൂ. സ്റ്റേൽ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേൽ ചെക്ക് ഈസ് വൺ ദ ഹാസ് ബീൻ പ്രസൻറ്റഡ്. അതായത് നമ്മുടെ ചെക്കിൻ്റെ കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധിയുടെ കഴിഞ്ഞിട്ടാണ് ഹാസ് ബീൻ പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ആഫ്റ്റർ. ഇത് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. മുമ്പേ കൊണ്ടുവരാനായിരുന്നു, കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയി പോവുകയാണ്. ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡേറ്റഡ് ചെക്ക് ഈസ് വൺ വേർ ദ ഡേറ്റ് റിട്ടേൺ ചെക്കിൽ എഴുതിയിട്ടുണ്ട് ഡേറ്റൊക്കെ ഈസ് ബിഫോർ ദ ആക്ച്വൽ ഡേറ്റിനേക്കാൾ മുന്നേ ആണ്. അതാണ് ആൻറ്റി ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ സെവറൽ സിറ്റുവേഷൻസ് കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടോ ചെക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻവാലിഡായി പോവാറുണ്ട്. സോ അതും നോക്കി വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പനി ഓഡിറ്റിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്താണ്? കമ്പനി ഓഡിറ്റ് എന്തിനാണ് നടത്തുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യാനാണോ, ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണോ, ടു കൺവിൻസ് ദ ആനുവൽ ജനറൽ ബോഡി ആണോ, ടു ഡിസ്ക്ലോസ് ദ എമൗണ്ട്? അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ടു ഡിസ്ക്ലോസ് ദ എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് കമ്പനി ഓഡിറ്റിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് മെമ്പേഴ്സ് എക്കണോമിക് വെൽഫെയർ കമ്പനി ഓഡിറ്റിലാണോ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിലാണോ, കോപ്പറേറ്റീവ് ഓഡിറ്റിലാണോ, നൺ ഓഫ് ദി എബോവ് ആണോ? അപ്പോൾ നമുക്കറിയാം എക്കണോമിക് വെൽഫെയർ അസൈൻ ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് ഓഡിറ്റിലാണ്. ഓക്കെ, ഡാഷ് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ പ്രത്യേക ഫീച്ചർ എന്താണെന്നാണ്? റേഷ്യോ അനാലിസിസ് ആണോ, വെരിഫിക്കേഷൻ ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കാണോ, നൺ ഓഫ് ദി എബോവ് ആണ്? അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കാണ്. ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കും കൂടെ വേണമല്ലോ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കാര്യത്തിൽ. കാരണം ഫിനാൻഷ്യൽ ബുക്സും കാര്യങ്ങളും മാത്രം നോക്കിയാൽ പോരാ, അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചെക്കും എന്തിൽ വരുന്നുണ്ട്? കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് ഈസ് നോട്ട് പെർമിറ്റഡ് ടു ബിക്കം ഒരു മെമ്പർ ആവാൻ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹീ ഈസ് ഓഡിറ്റിംഗ് ടു എൻഷുർ. അതായത് ഒരു ഓഡിറ്റിംഗ് കണ്ടിരിക്കുന്ന ഒരു ഓഡിറ്റർ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് ഓഡിറ്റർ പെർമിറ്റഡ് ടു ബിക്കം എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്.
പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും എന്ത് വേണം, ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ എന്നാണ് ആ പദത്തിന് പറഞ്ഞത് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ വേണം, അതാണ് പറയുന്നത് കേട്ടോ. The auditor of a cooperative is not permitted to become a member of a cooperative society which he is auditing to ensure independence of auditor. Okay. ഗുഡ്വിൽ എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഗുഡ്വിൽ ഫിക്സഡ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ, ടാഞ്ചിബിൾ അസറ്റ് ആണോ, ഇൻടാഞ്ചിബിൾ ആണോ? അപ്പോൾ നമുക്കറിയാം ഇൻടാഞ്ചിബിൾ ആണ് ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഗുഡ്വില്ലിന് എന്തുണ്ട്, കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ട്, നോൺ പർച്ചേസ്ഡ് ഗുഡ്വിൽ ഉണ്ട്. പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് ഗുഡ്വിൽ അറൈസസ് വെൻ അനദർ ബിസിനസ് എൻ്റർപ്രൈസ്, നമ്മുടെ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അടുത്ത് സ്ഥലം വാങ്ങിയ ഒരു പുതിയൊരു കട പണിയുന്നു. ആൻഡ് ദ പ്രൈസ് പെയ്ഡ് ഈസ് മോർ ദാൻ ദ നെറ്റ് അസറ്റ്സ് റിക്വയർഡ്. ഓക്കെ. നോൺ പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും ശ്രദ്ധിക്കാതെയാണ് നോൺ പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ഗുഡ്വിലാണ് ഡോഗ് ഗുഡ്വിൽ, ക്യാറ്റ് ഗുഡ്വിൽ, റാറ്റ് ഗുഡ്വിൽ, റാബിറ്റ് ഗുഡ്വിൽ. അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് വളരെ ലോയലും ഫെയ്ത്ത്ഫുള്ളൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗുഡ്വില്ല് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, കൂടുതൽ അറ്റാച്ച്ഡ് ആണ് ടു ദ പേഴ്സൺസ് കണ്ടക്ടിങ് ദ ബിസിനസ്, ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതോട്, അതർ ദാൻ ദ പ്ലേസ് ഓഫ്, പ്രത്യേകിച്ച് പ്ലേസ് നോക്കാറില്ല. ക്യാറ്റ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാണ്. ക്യാറ്റ് ഗുഡ്വിൽ ദ കസ്റ്റമേഴ്സ് ലോയൽ ടു ദ ബ്രാൻഡ് ആൻഡ് ദ ഓർഗനൈസേഷൻ, ദ പേഴ്സൺ ഹു കണ്ടക്ട് ബിസിനസ് ഡോണ്ട് കൺസേൺ ദ. അപ്പോൾ ക്യാറ്റ് ഗുഡ്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉന്നം വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവരാരുടെ ഉന്നമനമാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുഡ്വിൽ കൺസിഡർ ചെയ്യുന്നു ഒന്നാന്തരമായിട്ട്. ക്യാറ്റ് ഗുഡ്വിൽ കസ്റ്റമേഴ്സാണ് അവരുടെ ലോയലും അവരുടെ ബ്രാൻഡും, ഓർഗനൈസേഷൻ്റെ ബ്രാൻഡും എന്താണ്, അതിനൊക്കെ ഒരു ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ. ഇനി റാറ്റ് ഗുഡ്വിലാണ്. അത് കസ്റ്റമേഴ്സ് രണ്ടും അറ്റാച്ച്ഡ് ടു പേഴ്സൺ ഓർ ഒന്നും പ്ലേസോ കാഷ്വൽ ഇൻ ദെയർ ബിഹേവിയറിൽ വെച്ചിട്ടാണ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഗുഡ്വിൽ വരിക. ഓക്കെ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഫുഗറ്റീവ് ഗുഡ്വിൽ എന്നും അറിയപ്പെടും. റാബിറ്റ് ഗുഡ്വിൽ എന്താണ്? റാബിറ്റ് ഗുഡ്വിൽ ഈ ഒരു സമയത്ത് കസ്റ്റമേഴ്സ് വിൽ ബൈ ദ പ്രോഡക്റ്റ്. അതിപ്പോൾ ആര് വിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, പക്ഷെ അവർക്കൊരു ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ദേ മോർ കൺസേൺ അബൌട്ട് ദ നിയറസ്റ്റ് പ്ലേസിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹോം ഡെലിവറി ചെയ്തു വരുന്നത്. അടുത്തത് പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആരുടെ ഉത്തരവാദിത്തമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആരുടെ ഉത്തരവാദിത്തമാണ്? ജനറൽ ബോഡിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.